ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജട ചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഒരു കോടി ദിവാകരരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമെന്നുമിരുന്നു വിളങ്ങിടണം. ഒന്നാം പദ്യമാണിത്. ഒരു കോടി ദിവാകരരൊത്തുയരും പടി, കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച് ഉയരുന്നതുപോലെ പാരൊടു നീരനലാദികളും, ഭൂമി, ജലം, അഗ്നി തുടങ്ങിയ എല്ലാ പഞ്ചഭൂത ജഡങ്ങളും കെടുമാറ്, മാഞ്ഞു മറയുമാറ്, കിളർന്നു വരുന്ന, വ്യക്തമായി തെളിയുന്ന നിൻ വടിവ്, ശുദ്ധ ചിന്മാത്രമായ ഭഗവത് രൂപം എന്നും എല്ലായ്പ്പോഴും ഇരുന്നു വിളങ്ങിടണം, വിട്ടുപോകാതെ അനുഭവസ്വരൂപമായി വർത്തിക്കണം. കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നതുപോലെ ഭൂമി, ജലം, തേജസ് തുടങ്ങിയ എല്ലാ പഞ്ചഭൂത ജഡങ്ങളും മാഞ്ഞു മറയുമാറ് വ്യക്തമായി തെളിയുന്ന ശുദ്ധ ചിന്മാത്രമായ ഭഗവത് രൂപം എല്ലായ്പ്പോഴും വിട്ടുപോകാതെ അനുഭവസ്വരൂപമായി വർത്തിക്കാൻ ഇടവരണം. കോടി ദിവാകര തുല്യം കണ്ടെത്താവുന്നതാണ് ആത്മസത്യം. ചിത്തിൽ നിന്നും സ്പന്ദിച്ചുയരുന്ന ശക്തി ആദ്യമായി ജഡശൂന്യതയുടെ പ്രതീതിയുളവാക്കി ചിത്തിൻ്റെ പൂർണ്ണ രൂപം മറയ്ക്കുന്നു. അക്കാരണത്താലാണ് എങ്ങും നിറഞ്ഞു തിങ്ങുന്ന ബോധസ്വരൂപമായ വസ്തു സാധാരണക്കാർക്ക് മറഞ്ഞു പോയിരിക്കുന്നത്. ഇക്കാര്യം ഭഗവാൻ ഗീത 7-ാം അധ്യായത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ജഡസൃഷ്ടിക്കായി മുതിരുന്ന എൻ്റെ ശക്തിയായ മായയാൽ മറയ്ക്കപ്പെടുന്നതുകൊണ്ട് എന്നെ എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അതിനാൽ ഞാൻ ജനിക്കാത്തവനും നശിക്കാത്തവനുമാണെന്ന് അജ്ഞതയിൽ മുങ്ങിപ്പോയ ലോകം അറിയുന്നതേയില്ല. ജ്ഞാനസ്വരൂപമായ വസ്തുവിനെ അനുഭവമണ്ഡലത്തിൽ നിന്നും അകറ്റിക്കളയുന്നതുകൊണ്ട് ജഡശക്തിയുടെ സ്വരൂപം അജ്ഞാനമാണെന്ന് സ്പഷ്ടം. അങ്ങനെ അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്: അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതു നിമിത്തമാണ് ജീവികൾ സംസാരഭ്രമത്തിൽ മോഹിച്ചു പോകുന്നത്. ഈ അജ്ഞാനമറയെ പൊളിച്ചു മാറ്റാനുള്ള ഉപായം പ്രാണസ്പന്ദന രൂപമായ മനസ്സിനെ നിരോധിക്കുകയാണെന്ന് കണ്ടുവല്ലോ. മനസ്സ് നിരോധിക്കപ്പെടും തോറും ജഡദൃശ്യങ്ങൾ അകന്നകന്ന് ബോധം തെളിയാൻ തുടങ്ങുന്നു. ഏതു പ്രകാരത്തിലാണ് തെളിയുക? മേഘപടലം മാറി സൂര്യൻ തെളിയുന്നതുപോലെ. സൂര്യൻ ഉദിച്ചാൽ എങ്ങനെ ഇരുട്ടുമാറി പദാർത്ഥങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയുന്നുവോ അതുപോലെ സത്യമേത് അസത്യമേത് എന്ന് വ്യക്തമായി അനുഭവിപ്പിച്ചുകൊണ്ട് ബോധം തെളിയുന്നു എന്ന് സാരം. ഗീതയിൽ ഭഗവാൻ ഇക്കാര്യം തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത 5-ാം അധ്യായം 16-ാം ശ്ലോകം: ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ബോധോദയത്തോടെ അജ്ഞാനമറ അകലുന്നു. അജ്ഞാനമകന്നവർക്ക് ബോധം ജഡദർശനങ്ങൾക്കപ്പുറമുള്ള സത്യത്തെ സൂര്യതുല്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ സാക്ഷാത്കാരം സ്വയം അനുഭവിച്ച് ആനന്ദിച്ച ഗുരുദേവൻ
തൻ്റെ സത്യദർശനത്തിൻ്റെ ദാർഢ്യം ഒന്നുകൂടി ഉറപ്പിക്കുവാനാണ് കോടി ദിവാകര തുല്യം അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാരതീയരുടെ സത്യദർശനത്തിൻ്റെ സംശയാതീതമായ സുവ്യക്തതയാണ് ഈ പ്രഖ്യാപനം കൊണ്ട് തെളിയുന്നത്. ഒരിടത്തല്ല, ഗുരുദേവൻ പലയിടത്ത് ഇത് പ്രഖ്യാപിച്ചു കാണുന്നു. ആത്മോപദേശ ശതകത്തിലെ പ്രഖ്യാപനം നോക്കുക. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. ആത്മോപദേശ ശതകത്തിലെ 35-ാം പദ്യം. ജഡങ്ങളെ ഒഴിച്ചുമാറ്റി നിത്യമേത് അനിത്യമേത് എന്ന് വേർതിരിക്കുന്ന ബോധം 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നതുപോലെ ആവിർഭവിക്കും. അറിവിനെ മൂടിയിരുന്ന അനിത്യ ജഡാത്മകമായ മായാമറയെ പൊളിച്ചു മാറ്റിക്കൊണ്ടുയരുന്ന ഈ ബോധമത്രേ ഉദയാസ്തമയങ്ങളറ്റ ആദിസൂര്യൻ അഥവാ പ്രപഞ്ചത്തിന് ആദി കാരണമായ സത്യവസ്തു. ഹൃദയാകാശത്തിലെ സൂര്യൻ എന്ന അർത്ഥത്തിൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ എന്നാണ് ഈ സാക്ഷാത്കാര അനുഭവത്തെ ആത്മോപദേശ ശതകത്തിൻ്റെ 2-ാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. സത്യമായ ചിത്ത് അസത്യമായ ജഡത്തെ പുറംതള്ളിക്കൊണ്ടാണ് തെളിയുന്നത്. സ്വയം നിലനിൽപ്പിൻ്റെ അനുഭവം ഇല്ലാത്ത കാഴ്ചയാണ് ജഡം. ജഡത്തിൻ്റെ നിലനിൽപ്പ് ബോധത്തെ ആശ്രയിച്ചു മാത്രമാണ്. ബോധം കൈവെടിഞ്ഞാൽ ജഡമില്ലാതാകുന്നു. ബോധമാകട്ടെ അന്തഃക്കരണമെന്ന ഉപകരണത്തിലൂടെയാണ് ബാഹ്യ ജഡദൃശ്യങ്ങളെ വെളിവാക്കുന്നത്. ഈ ഉപകരണത്തെ നിർമ്മിക്കുന്നത് ബോധത്തിലെ പ്രാണസ്പന്ദനവും. ഒരിക്കൽ കൂടി വായിക്കാം. ബോധമാകട്ടെ അന്തഃക്കരണമെന്ന ഉപകരണത്തിലൂടെയാണ് ബാഹ്യ ജഡദൃശ്യങ്ങളെ വെളിവാക്കുന്നത്. ഈ ഉപകരണത്തെ നിർമ്മിക്കുന്നത് ബോധത്തിലെ പ്രാണസ്പന്ദനവും. അപ്പോൾ ജഡപ്രപഞ്ചത്തിൻ്റെ നാരായ വേരാണ് പ്രാണസ്പന്ദനവും അന്തഃക്കരണവും. ജഡരൂപമായ പ്രപഞ്ചവൃക്ഷത്തെ മുറിച്ചു തള്ളാൻ ഈ നാരായ വേര് പിഴുതെറിഞ്ഞാൽ മതിയെന്ന് സ്പഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് പ്രപഞ്ചമാകുന്ന പേരാൽ വൃക്ഷത്തെ അസംഗശസ്ത്രം കൊണ്ട് മുറിച്ചു തള്ളാൻ ഗീത 15-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുന്നത്. അസംഗശസ്ത്രത്തിന് മൂർച്ച കൂട്ടി സങ്കല്പങ്ങളെ മുറിച്ചു തള്ളുന്ന യോഗിക്ക് ഏകാന്ത ധ്യാനം സമാധി രൂപേണ പരിണമിക്കുന്നു. തുടർന്ന് പഞ്ചഭൂത നിർമ്മിതമായ ജഡപ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മസ്ഥൂല ഘട്ടങ്ങൾ ഉള്ളിൽ നിന്നും അകലുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങൾ. ഇവ കൂടിച്ചേർന്നുണ്ടാകുന്ന ബാഹ്യ ശരീരങ്ങളാണ് സ്ഥൂലരൂപങ്ങൾ. സമാധിയിൽ ഉറയ്ക്കുന്ന ചിത്തത്തിന് ഈ എല്ലാ ഘട്ടങ്ങളും മാറിക്കിട്ടുന്നതോടെയാണ് ബോധം സൂര്യതുല്യം തെളിയുന്നത്. ഈ സാക്ഷാത്കാര രഹസ്യമാണ് പാരൊടു നീരനലാദികളും കെടുമാറ് എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ആദിപദം കൊണ്ട് സൂക്ഷ്മ സ്ഥൂല ജഡ പരിണാമഘട്ടങ്ങളെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. നാമരൂപാത്മകമായ അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥം, അറിയുന്ന ആൾ എന്നിങ്ങനെ 3 പുടങ്ങളായി തിരിഞ്ഞാണ് അന്തഃക്കരണം പ്രവർത്തിക്കുന്നത്. ജഡദർശനങ്ങൾ അകലുന്നതോടെ അന്തഃക്കരണത്തിൻ്റെ ഈ 3 തിരിവുകളും അന്തർധാനം ചെയ്യുന്നു. അതിനാലാണ് ഈ അനുഭവദശയെ ആത്മോപദേശ ശതകത്തിലെ 14-ാം ശ്ലോകത്തിൽ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപമായി ഗുരുദേവൻ വിവരിക്കുന്നത്. സമാധ്യനുഭവം പരിപക്വമാവാത്തിടത്തോളം വ്യവഹാരദശയിൽ യോഗി ചിത്തം ഈ സത്യത്തെ ചിലപ്പോഴൊക്കെ വിസ്മരിച്ചു പോയി എന്ന് വരാം. സമാധി അനുഭവം പരിപക്വമാവാത്തിടത്തോളം വ്യവഹാരദശയിൽ യോഗിചിത്തം ഈ സത്യത്തെ ചിലപ്പോഴൊക്കെ വിസ്മരിച്ചു പോയി എന്ന് വരാം. അങ്ങനെ സംഭവിക്കാതെ ചിത്താണ് സത്യമെന്ന് സമാധിയിൽ തെളിഞ്ഞ വസ്തുസ്ഥിതി വ്യവഹാരവേളയിലും സദാ സ്മരിക്കാൻ കഴിയണേ എന്നാണ്
എന്നുമിരുന്നു വിളങ്ങിടണം എന്ന ഭാഗം കൊണ്ട് അപേക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ അസത്യരൂപങ്ങളായ ജഡ അനുഭവങ്ങളെയെല്ലാം അകറ്റി സൂര്യതുല്യം ചിത്തായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും ആ സാക്ഷാത്കാര അനുഭവം തുടർന്ന് നിലനിർത്തിക്കൊണ്ടു തന്നെ ലോകത്ത് വ്യവഹരിക്കാൻ കഴിയും എന്നുമാണ് സ്വാനുഭവദാർഢ്യത്തോടെ ഗുരുദേവൻ 1-ാം പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വരകാരുണ്യം കൊണ്ടേ സത്യം വെളിപ്പെടൂ. ജഡത്തിൽ പ്രതിബിംബിക്കുന്ന ബോധാംശമാണ് ജീവൻ. ഓരോ ശക്തിസ്പന്ദനത്തിലും ബോധാംശം പ്രതിബിംബിക്കുന്നതോടെയാണ് ജീവൻ ആവിർഭവിക്കുന്നത്. എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ ഈ ജീവൻ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധാംശമായ ജീവൻ അഖണ്ഡമായ സമ്പൂർണ്ണ ബോധത്തെ സാക്ഷാത്കരിച്ച് അതുമായി യോജിക്കുന്നതാണല്ലോ മോക്ഷം അഥവാ സ്വരൂപ സാക്ഷാത്കാരം. അഹങ്കാര രൂപത്തിലുള്ള ജീവൻ തൻ്റെ വേർതിരിഞ്ഞ വ്യക്തിത്വം ഉപേക്ഷിക്കുകയാണ് ഇതിനുള്ള ഏകമാർഗം. വ്യക്തിബോധത്തിൻ്റെ പ്രാബല്യം കുറയ്ക്കാനുള്ള ആദ്യപടിയാണ് തൻ്റെ പ്രഭുവായി ഒരു സർവേശ്വരൻ ഉണ്ടെന്നുള്ള അംഗീകാരം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആ ഭഗവാനിൽ അർപ്പിച്ച് തന്നെ മുക്തനാക്കാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള അർപ്പണബുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി അഹങ്കാരത്തിൻ്റെ വേർതിരിവും പ്രാബല്യവും മങ്ങിത്തുടങ്ങും. അതോടെ ജീവന് വിപുലമായ ഒരാശയം ലഭിച്ച് വികസിക്കാനുള്ള വഴി തെളിയും. തുടർന്ന് ശാന്തിയും ആനന്ദവും നിമിഷം പ്രതി വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെടും. അഹന്തയുടെ മയപ്പെടലോടുകൂടി ഇങ്ങനെ പെരുകി വരുന്ന വസ്തുബോധവും ആനന്ദവും തന്നെയാണ് ഈശ്വര കാരുണ്യം. അഹന്തയുടെ പ്രാബല്യം കുറഞ്ഞാൽ ഈ കാരുണ്യം ഏത് സത്യാന്വേഷിക്കും സ്വാഭാവികമായി അനുഭവപ്പെടും. ഒരിക്കൽ കൂടി വായിക്കാം. അഹന്തയുടെ പ്രാബല്യം കുറഞ്ഞാൽ ഈ കാരുണ്യം ഏത് സത്യാന്വേഷിക്കും സ്വാഭാവികമായി അനുഭവപ്പെടും. അഹന്തയുടെ പ്രാബല്യം കുറയ്ക്കാനുള്ള സുഗമമായ മാർഗമാണ് പ്രാർത്ഥനയും അർപ്പണബുദ്ധിയും. അതുകൊണ്ട് ഒരു സത്യാന്വേഷിക്ക് വ്യക്തമായ മാർഗം നിർദ്ദേശിക്കാൻ വേണ്ടി ഗുരുദേവൻ 2-ാം പദ്യത്തിൽ ഭഗവത് കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. 2-ാം പദ്യം. ഇടണേയിരു കൺമുനയെന്നിലതിൽ എന്നിൽ അതിനടിയൻ അഭിലാഷമുമാപതിയേ. ഇടണേയിരു കൺമുനയെന്നിലതിനടിയൻ അഭിലാഷമുമാപതിയേ. ജഡമിന്നിതുകൊണ്ട് ജയിക്കുമിതിനിടയില്ല ഇരുപ്പതിലൊന്നിലുമേ. ഇടണേയിരു കൺമുനയെന്നിലതിനടിയൻ അഭിലാഷമുമാപതിയേ. ജഡമിന്നിതുകൊണ്ട് ജയിക്കുമിതിനിടയില്ല ഇരുപ്പതിലൊന്നിലുമേ. ഉമാപതിയെ, പാർവതീവല്ലഭനായ ശിവനെ അഥവാ മായാശക്തിയെ അവലംബിച്ചു മറഞ്ഞിരിക്കുന്ന പരമാത്മാവേ, ഇരു കൺമുന എന്നിൽ ഇടണേ. 2 കണ്ണുകൾ കൊണ്ടും എന്നിൽ കാരുണ്യം വർഷിക്കണമേ. അഥവാ മായാമറ മാറ്റി സ്വരൂപം എനിക്ക് കൂടുതൽ തെളിച്ചു തരണമേ. അതിന് സത്യസ്വരൂപം സദാ കണ്ടാനന്ദിക്കുവാൻ അടിയന് അഭിലാഷം, ഈ ഭക്തദാസന് അതിയായ ആഗ്രഹം. ഇതുകൊണ്ട് സത്യസ്വരൂപം സദാ വിളങ്ങുന്നതുകൊണ്ട് ജഡം ജയിക്കും, ജഡഭ്രമം മാറിക്കിട്ടും. അത് നിമിത്തം ജഡദേഹത്തിലുള്ള യാത്ര ധന്യമാവുകയും ചെയ്യും. ചിന്മാത്രമായ സത്യത്തിന് പഞ്ചഭൂത ജഡങ്ങളിലൊന്നും സ്ഥിതി സാധ്യമല്ല തന്നെ. ഈശ്വരകാരുണ്യം എങ്ങനെ നേടാം? സത്യാന്വേഷണത്തിന് പുരുഷപ്രയത്നം മാത്രം പോരേ. എന്തിന് ഈശ്വരകാരുണ്യത്തെ അവലംബിക്കണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സത്യമെന്തെന്നോ അതിനെ തിരയുന്ന പുരുഷൻ ആരെന്നോ വ്യക്തമായി ധരിച്ചിട്ടില്ലാത്തവരാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സർവജ്ഞവും
സർവശക്തവുമായ അഖണ്ഡബോധമാണ് സത്യം. അതിനെ തിരയുന്ന പുരുഷനാകട്ടെ ജഡബന്ധനത്തിൽ അകപ്പെട്ടുപോയ ആ ബോധത്തിൻ്റെ അംശം തന്നെയാണ്. അംശത്തിൻ്റെ വിജയം ഏതു കാര്യത്തിലും പൂർണ്ണവസ്തുവിൻ്റെ കാരുണ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. അംശത്തിൻ്റെ വിജയം ഏതു കാര്യത്തിലും പൂർണ്ണവസ്തുവിൻ്റെ കാരുണ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരേ വസ്തുവിൽ തന്നെ സംഭവിക്കുന്ന രണ്ട് പ്രക്രിയകളാണ് പുരുഷപ്രയത്നവും ഈശ്വരകാരുണ്യവും എന്നോർക്കേണ്ടതാണ്. ഒരേ വസ്തുവിൽ തന്നെ സംഭവിക്കുന്ന രണ്ട് പ്രക്രിയകളാണ് പുരുഷപ്രയത്നവും ഈശ്വരകാരുണ്യവും എന്നോർക്കേണ്ടതാണ്. ഈശ്വരകാരുണ്യത്തെ മറക്കുന്ന പുരുഷപ്രയത്നം സമുദ്രത്തെ വിസ്മരിക്കുന്ന വെള്ളത്തുള്ളിയെപ്പോലെ നിസ്സാരവും നിർവീര്യവുമായി നശിക്കുന്നതാണ്. അതുകൊണ്ട് ലൗകികമോ ആധ്യാത്മികമോ ആയ ഏതു പ്രയത്നത്തിൻ്റെയും ആത്യന്തിക വിജയത്തിന് ഈശ്വരകാരുണ്യം കൂടിയേ കഴിയൂ. അഖണ്ഡബോധ സ്വരൂപമായ വസ്തുസ്ഥിതി ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ ഏതെങ്കിലും തരത്തിലുള്ള മൂർത്തിസങ്കല്പത്തോടുകൂടി സർവേശ്വരനെ ഭാവന ചെയ്ത് അർപ്പണബുദ്ധിയോടെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. മൂർത്തിസങ്കല്പത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് സഗുണോപാസന. സർവജ്ഞനും സർവശക്തവുമായ ബോധത്തിന് ഭക്തൻ്റെ പ്രാർത്ഥന ചെവികൊണ്ട് അയാൾ സങ്കൽപ്പിക്കുന്ന രൂപത്തിൽ വെളിപ്പെട്ട് സ്വന്തം അംശമായ ഭക്തനെ അനുഗ്രഹിക്കാൻ കഴിവുണ്ടെന്നോർക്കണം. അഖണ്ഡമായ വസ്തുസ്ഥിതി ധരിച്ചിട്ടുള്ളയാൾ അംശമായ തന്നെ സമ്പൂർണതയ്ക്കർപ്പിച്ച് അതിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. സങ്കല്പനിരോധം കൊണ്ട് ജഡബന്ധനമൊഴിച്ചു മാറ്റി വേണം ഇത് സാധിക്കാൻ. സങ്കല്പനിരോധം കൊണ്ട് ജഡബന്ധനം ഒഴിച്ചു മാറ്റി വേണം ഇത് സാധിക്കാൻ. ഇതത്രേ നിർഗുണോപാസന. ഗുരുദേവൻ തൻ്റെ കാരുണ്യ പ്രാർത്ഥനയിൽ ഈ രണ്ടു തരം ഉപാസനകളെയും സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. എന്തായാലും ഭഗവത് കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അഹന്തയെ ഉപേക്ഷിക്കാതെ ജഡമായ മാറി സത്യം തെളിയുകയില്ല. ഇക്കാര്യം ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഭഗവത്ഗീത 7:14 ദൈവീഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ജഡസ്വരൂപിണിയായ മായ ദൈവശക്തിയാണ്. ആ മായയെ കടക്കുക അത്യന്ത ദുഷ്കരം. എന്നാൽ സർവാത്മന ആരൊക്കെ എന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായാജഡബന്ധത്തെ നിഷ്പ്രയാസം തരണം ചെയ്യുന്നു. അർപ്പണബുദ്ധിയോടുകൂടിയ സാധകൻ്റെ നിരന്തര പരിശ്രമമാണ് ഈശ്വരകാരുണ്യത്തിന് വഴി തെളിക്കുന്നത്. സ്വജീവിതത്തിൽ ഈശ്വരകാരുണ്യം നല്ലപോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഗുരുദേവൻ ഒരു സത്യാന്വേഷി നിരന്തരം ഭഗവത് കാരുണ്യത്തെ ഉറ്റുനോക്കുന്നവനായിരിക്കണം എന്ന് വെളിപ്പെടുത്തുകയാണ് ഇടണേ ഇരു കൺമുന എന്നിലുമാപതിയേ എന്ന ഭാഗം കൊണ്ട്. മുമുക്ഷുത്വം ഈശ്വരകാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു സത്യാന്വേഷി ജഡബന്ധനത്തിൽ നിന്നും മോചിക്കാനുള്ള ആഗ്രഹത്തോടെ നിരന്തരം പ്രയത്നം തുടരുക തന്നെ വേണം. ബന്ധമോചനത്തിനുള്ള അഭിലാഷമാണ് മുമുക്ഷ. ശ്രീ ശങ്കര ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ മുമുക്ഷയെ നിർവചിക്കുന്നത് നോക്കുക. അഹങ്കാരാദി ദേഹാന്താൻ ബന്ധാനജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാ മുമുക്ഷുത. അഹങ്കാരം മുതൽ ദേഹപര്യന്തമുള്ള ജഡബന്ധനങ്ങൾ ചിദ്വസ്തുവിൽ അജ്ഞാത കൽപ്പിതങ്ങളാണ്. സ്വരൂപമായ പൂർണ്ണചിത്തിനെ തെളിച്ചറിഞ്ഞ് ഈ ജഡബന്ധനങ്ങളിൽ നിന്നും മോചിക്കാനുള്ള അഭിലാഷമാണ് മുമുക്ഷ. ഒരു സാധകന് അവശ്യം ഉണ്ടായിരിക്കേണ്ട മുമുക്ഷയെ ദ്യോതിപ്പിക്കുകയാണ് ഗുരുദേവൻ അതിനടിയൻ അഭിലാഷം എന്ന ഭാഗം കൊണ്ട്. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ചിത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തി താൻ അതാണെന്ന് ഭാവിക്കുകയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ചിത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തി താൻ അതാണെന്ന് ഭാവിക്കുകയാണ്
ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ജഡത്തിൻ്റെ തോന്നൽ അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നിടത്തോളം ചിത് സ്വരൂപാനുഭവത്തിൽ അപൂർണതയുണ്ടാവും. അതിനാൽ ചിത് സ്വരൂപസ്ഥിതി പൂർണ്ണമാവുമ്പോഴേ ജഡം ജയിക്കപ്പെടൂ. അതുപോലെ ജഡമായ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഈ ജീവിതയാത്ര അവസാനിപ്പിച്ച് ധന്യത നേടാനും പൂർണ്ണമായ ഈ ചിത് സ്വരൂപസ്ഥിതി കൊണ്ടേ പറ്റൂ. ജഡത്തെ അല്പമെങ്കിലും സമാശ്രയിക്കുന്നിടത്തോളം ജഡസ്വഭാവങ്ങളായ ജന്മം, മൃത്യു, ജര, വ്യാധി എന്നീ ദോഷങ്ങൾ കൊണ്ട് ജീവിതം കലുഷവും ദുഃഖപൂർണവുമായി തുടരുകയേയുള്ളൂ. ജഡങ്ങളായ ഭൗതിക സമ്പത്തുകൾ എത്രയൊക്കെ നേടിയാലും അവയൊന്നും അവസാനം ജീവിതത്തെ ധന്യമാക്കാൻ ഉപകരിക്കയില്ലെന്നും ഒരാൾക്ക് ചുറ്റുപാടും നോക്കി കണ്ടറിയാൻ കഴിയും. ഇങ്ങനെയിരിക്കെ ചിദാനന്ദ സ്വരൂപമായ ആത്മസത്യത്തെ തിരയാതെ വെറും ജഡങ്ങളിൽ മാത്രം ഭ്രമിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്നവരെ ആത്മഹന്താക്കളെന്നാണ് ശ്രുതി വിളിക്കുന്നത്. ആത്മഹന്താക്കളുടെ ജീവിതഗതിയെക്കുറിച്ച് ഗുരുദേവൻ ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് നോക്കുക. ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഈശാവാസ്യ തർജ്ജമ 3. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും മനുഷ്യ ജീവിതത്തെ ഇരുട്ടിലേക്കാഴ്ത്താൻ മാത്രമേ കേവല ജഡ അനുസന്ധാനം ഉപകരിക്കൂ. ഇതിന് ഒരേ ഒരു പോംവഴി ഈശ്വരകാരുണ്യം നേടി ചിദേകരസമായ ആത്മാവിനെ സ്വപ്രയത്നം കൊണ്ട് പൂർണ്ണമായി സാക്ഷാത്കരിക്കുക തന്നെയാണ്. അതോടെ ജഡം ജയിക്കപ്പെടുകയും ജഡദേഹത്തിലെ ജീവിതയാത്ര ധന്യമാവുകയും ചെയ്യും. ഇക്കാര്യമാണ് ഗുരുദേവൻ ജഡമെന്നിതുകൊണ്ടു ജയിക്കും എന്ന വരിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വസ്തുസത്തയില്ലാത്ത മിഥ്യാഭ്രമമാണ് ജഡദർശനം. ചിത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ജഡം ചിത്തിൻ്റെ പരിണാമം തന്നെയല്ലേ എന്ന് ചിലർ സംശയിച്ചേക്കാം. വസ്തുസ്ഥിതി ധരിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന സംശയമാണിത്. ചിത്തും ജഡവും ഇരുട്ടും വെളിച്ചവും എന്ന പോലെ പരസ്പര ഭിന്നങ്ങളാണെന്ന് അവയുടെ സ്വരൂപ വിവരണത്തിൽ തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇരുട്ട് വെളിച്ചമായോ വെളിച്ചം ഇരുട്ടായോ പരിണമിക്കുകയെന്ന പ്രശ്നമേയില്ല. പരമാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ വസ്തുസത്തയൊന്നുമില്ലാതെ പ്രകടമാകുന്ന ഒരു ഭ്രമാനുഭവം മാത്രമാണ് ഇരുട്ട്. ഇതുപോലെ ബോധസത്യത്തിൻ്റെ അപൂർണ അനുഭവത്തിൽ വിശേഷിച്ചു വസ്തുസത്തയൊന്നുമില്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമാനുഭവമാണ് ജഡദർശനം. അതുകൊണ്ട് സത്യദർശികൾ ജഡാനുഭവത്തെ ചിത്തിൻ്റെ പരിണാമമായിട്ടല്ല, ചിത്തിലെ വിവർത്തമായിട്ടാണ് അംഗീകരിക്കുന്നത്. ഒരു വസ്തുവിൽ അതിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ മറ്റൊരു പദാർത്ഥത്തിൻ്റെ തോന്നൽ ഉളവാകുന്നതാണ് വിവർത്തം. നട്ടുച്ചയ്ക്ക് മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ തോന്നൽ ഉളവാകുന്നത് വിവർത്തമാണ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം മരുഭൂമിക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല. അതിനാൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നിടത്തോളം മരുഭൂമിയെ അറിയാൻ കഴിയുന്നില്ല. മരുഭൂമിയെ അടുത്തു ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പിന്നെ കാണുകയുമില്ല. മരുഭൂമിയെ അടുത്തു ചെന്നു കണ്ടറിഞ്ഞയാൾ പിന്നെ ദൂരെ മാറി നിന്ന് വെള്ളം കണ്ടാൽ പോലും ഉള്ളത് മരുഭൂമി മാത്രമാണെന്ന് ധരിക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് ചിത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ജഡപ്രപഞ്ചത്തിൻ്റെയും കഥ. ജഡമുണ്ടെന്ന് തോന്നുന്നിടത്തോളം ചിത്ത് പൂർണ്ണമായി അറിയപ്പെടുകയില്ല. ചിത്തിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ ജഡം പാടെ മാഞ്ഞു മറയുകയും ചെയ്യും. അപ്പോൾ ജഡം ചിത്തിനെ മറയ്ക്കാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുന്നില്ല. ദർശനമാലയിലെ അസത്യ ദർശനത്തിൽ ഗുരുദേവൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കുക. ആത്മാനക്ഷീരവദ്യാദി രൂപാന്തരമതോഖിലം വിവർത്തമിന്ദ്രജാലേന വിദ്യത്തെ നിർമ്മിതം യഥാ. ദർശനമാല 7. പാല് വെണ്ണയാകുന്നത് പോലെ ആത്മാവ് പ്രപഞ്ചമായി രൂപാന്തരപ്പെടുന്നില്ല.
ഇന്ദ്രജാലം കൊണ്ട് പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് പോലെ ജഡം ആത്മാവിലെ വിവർത്തമാണ്. വിവർത്തമായ ജഡം തന്നെ ഇല്ലാത്തതാണെങ്കിൽ പിന്നെ ജഡത്തിൽ ചിത്തിന് സ്ഥിതിയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ജഡസമ്പർക്കം തീരെ ഇല്ലാത്തതാണ് പൂർണ്ണ സത്യസാക്ഷാത്കാര രൂപത്തിലുള്ള തുരീയ അനുഭവം. അത് ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ വിവരിക്കുന്നത് നോക്കുക. അടിമുടിയറ്റടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലത ചിന്ത ചെയ്തു ഇടയിൽ ഇരുന്നറിവല്ലറിഞ്ഞിടേണം. അടിമുടിയറ്റടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലത് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിൽ ഇരുന്നറിവല്ലറിഞ്ഞിടേണം. ആത്മോപദേശ ശതകം 28-ാം പദ്യം. ആദിയും അന്തവുമില്ലാതെ സമ്പൂർണമായും സ്പഷ്ടമായും ഉളവാകുന്ന ചിന്മാത്ര സാക്ഷാത്കാരമാണ് തുരീയ അനുഭവം. ഇത് ജഡസമ്പർക്കത്തോടുകൂടിയ അറിവല്ല. സങ്കൽപ്പിച്ച് പേര് ചൊല്ലുന്നതിനിടയിൽ ഉണ്ടാകുന്ന അറിവുമല്ല. ഇങ്ങനെ ജഡം ചിത് പരിണാമമല്ലെന്നും ജഡസമ്പർക്കത്തോടു കൂടിയതല്ല ചിന്മാത്ര സാക്ഷാത്കാരമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുദേവൻ. ഇതിനിടയില്ല ഇരിപ്പതിലൊന്നിലുമേ എന്ന ഭാഗം കൊണ്ട് ചിത്തിന് ജഡത്തിലൊന്നും ഇരിപ്പില്ലെന്ന് ഭാവം. ജീവൻ മുക്തിക്കായുള്ള പ്രാർത്ഥന. കോടി സൂര്യപ്രഭമായ സത്യം സമാധി ദശയിൽ തെളിഞ്ഞു കിട്ടണമെന്ന ആഗ്രഹം 1-ാം പദ്യത്തിൽ വെളിവാക്കി. അത് കൈവരിക്കാൻ ഈശ്വരകാരുണ്യത്തിനായി 2-ാം പദ്യത്തിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഈശ്വരകാരുണ്യം കൊണ്ട് ലഭ്യമാകുന്ന സമാധിയിൽ തന്നെ സദാ മുഴുകിയിരിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു തീർക്കാനാണ് ഒരു ശരീരം രൂപം കൊള്ളുന്നത്. ആ പ്രാരബ്ധകർമ്മം ബാക്കിയുള്ളിടത്തോളം സത്യദർശിക്കും സമാധി വിട്ടുണർന്ന് ശരീരയാത്ര തുടരാതെ വയ്യ. സമാധി വിട്ട് ദേഹബോധത്തിൻ്റെ തലത്തേക്ക് വരുന്നതോടെ ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങൾ വേർതിരിഞ്ഞു കാട്ടി പഞ്ചഭൂത സംഘാതമായ ജഡാനുഭവത്തെ ഉളവാക്കി തീർക്കുന്നു. സമാധിയിൽ വാസ്തുദർശനമുണ്ടായാൽ പോലും വാസനാക്ഷയം, മനോനാശം ഇവ മൂന്നും ഒരുമിച്ച് നിരന്തരം അഭ്യസിച്ച് വികാരങ്ങൾക്ക് ശക്തി കുറച്ച് ക്രമേണ പൂർണ്ണമായും കാമവിമുക്തനായി ഭവിക്കുന്നു. സമാധി പാകപ്പെട്ട് ജ്ഞാനദാർഢ്യത്തിൽ കൂടി സ്വതസിദ്ധമായിത്തീരുന്ന ഈ പൂർണ്ണമായ കാമവിമുക്തി തന്നെയാണ് ജീവൻ മുക്തി. ജീവൻ മുക്തനായ ഒരാൾ പ്രാരബ്ധ പ്രേരിതമായ കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാലും ഒരിക്കലും കർത്തൃഭാവം ഏറ്റെടുക്കുകയോ വികാരം കൊണ്ട് വിക്ഷുബ്ധനാവുകയോ ചെയ്യുകയില്ല. അവരിൽ അത്തരം വിക്രിയകൾ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ അത് സത്യനിഷ്ഠയ്ക്ക് ഭംഗം വരുത്താതെ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നതാണെന്നറിയേണ്ടതാണ്. ഒരു ജീവൻ മുക്തൻ സദാ സർവത്ര ചിത് സ്വരൂപമായ സത്യത്തെ മാത്രം ദർശിച്ചുകൊണ്ട് നാടകത്തിലെ നടനെന്ന പോലെ ഒരു പറ്റലും കൂടാതെ ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇതാണ് ജീവൻ മുക്തൻ്റെ ലോകസംഗ്രഹം. സാമൂഹ്യ തലത്തിലും സാംസ്കാരിക തലത്തിലും ശ്രീനാരായണ ഗുരുദേവൻ ആസൂത്രണം ചെയ്ത വിപ്ലവകരങ്ങളായ കർമ്മ പരിപാടികളെല്ലാം ഒരു ജീവൻ മുക്തൻ്റെ ലോകസംഗ്രഹമായി കാണേണ്ടതാണ്. ഒരിക്കൽ കൂടി വായിക്കാം. സാമൂഹ്യ തലത്തിലും സാംസ്കാരിക തലത്തിലും ശ്രീനാരായണ ഗുരുദേവൻ ആസൂത്രണം ചെയ്ത വിപ്ലവകരങ്ങളായ കർമ്മ പരിപാടികളെല്ലാം ഒരു ജീവൻ മുക്തൻ്റെ ലോകസംഗ്രഹമായി കാണേണ്ടതാണ്. അതിന് തെളിവ് തരുന്നതാണ് ഇനി അർത്ഥം ധരിക്കാൻ പോകുന്ന 3-ാം പദ്യം. സമാധ്യാനുഭവവും അതിലുള്ള ഭഗവത് കാരുണ്യവും ലഭ്യമായാൽ മാത്രം പോരാ. ഒരു സത്യാന്വേഷി തുടർന്ന് ജീവൻ മുക്തിക്കായും യത്നിക്കേണ്ടതാണെന്ന് 3-ാം പദ്യം വ്യക്തമാക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.